ഹലോ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുണ്ടല്ലോ കുറച്ച് മഞ്ഞൾ വിത്തുണ്ടേ. അപ്പോൾ മഞ്ഞൾ വിത്ത് നടാൻ വേണ്ടി നോക്കലാന്ന്. പിന്നെ ഇതൊരു സ്ഥലത്തുനിന്ന് ഇപ്പം കിട്ടിയതാണ് കുറച്ച് മഞ്ഞൾ വിത്ത്. അപ്പോൾ ഇതൊന്ന് നടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് നടാണ്ട് നമ്മളെ നാട്ടിൽ മഞ്ഞൾ നടുന്നതിൻ്റെ ഒരു രീതിയാണ് അത്. അപ്പോൾ അതിങ്ങനെയാണ്. അപ്പോൾ നമ്മളിങ്ങനെയാണ് മഞ്ഞൾ നടുന്നത്. ഇത് അലവളവും വെണ്ണീരുമാണ് കേട്ടോ. അലവളവും വെണ്ണീരും കൂടെ കൂട്ടി കുഴച്ചിട്ട് നല്ലോണം ഇട്ടതിന് ശേഷം ഇതാണ്ട മുള, നല്ല മുളയെല്ലാം വന്ന് നല്ല വിത്താണ്. അപ്പോൾ മഞ്ഞൾ ഇല്ലാന്നേ ശരിയാവില്ല. മഞ്ഞൾ നമുക്ക് വാങ്ങുന്ന മഞ്ഞളിന് എന്തായാലും ഇത്ര ഗുണം കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇത്ര ദൂരെയാണ് വെക്കുക. ഇങ്ങനെ വെക്കുക, ഇത്ര ദൂരെ വെച്ചിട്ട് ഇങ്ങനെ വളവിട്ട് വെച്ച് എന്നിട്ട് ഇങ്ങനെ കുറച്ച് മണ്ണ് ചരണ്ടി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മളെ നാട്ടിലെ മഞ്ഞൾ നടുന്ന രീതിയെ. അപ്പോൾ പല രീതിയിലും നടുന്നുണ്ട്. ചില സ്ഥലത്ത് ഇങ്ങനെ തറയൊന്നും ആക്കില്ല. നമ്മളൊരു ചെറിയ തറയാക്കിയിട്ട് എപ്പോൾ നടുക എന്നുവെച്ചാൽ അത് കളക്കാനും എല്ലാം നല്ല എളുപ്പമാണ്. അപ്പോൾ ചില സ്ഥലത്തെല്ലാം ഞാൻ നട്ടിട്ട് കണ്ടിട്ടുണ്ട്. തറയൊന്നും ആക്കാണ്ട് ഇതുപോലെ വെറും സ്ഥലത്ത് തന്നെ നമ്മൾ നെല്ലെല്ലാം നടും പോലെ നട്ടിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെയാണ് നടുക. ഇത്ര ദൂരം ഇങ്ങനെ വെക്കും, എന്നെങ്കിൽ നല്ലോണം കീഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഇപ്പം ഇതിന് മുമ്പൊന്നും മഞ്ഞളിന് അങ്ങനെ ഡിമാൻഡില്ല. മഞ്ഞൾ ഒരുപാട് പണിയുണ്ട്. ഇത് നട്ട് കളച്ച് പൊഴിഞ്ഞ് എല്ലാം ആക്കണമെങ്കിൽ പണിയുണ്ട്. അപ്പോൾ എല്ലാവരും പറയും ആ സമയത്ത് പൈസ കൊടുത്ത് വാങ്ങാമെന്ന്. അങ്ങനെ ചിലവരൊന്നും നടൂല. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മഞ്ഞളിനെല്ലാം നല്ല ഡിമാൻഡാണ്. മഞ്ഞളിന് വില കൂടുന്നുണ്ട് എന്നെല്ലാമാണ് പറയുന്നത്. അപ്പോൾ ഏതെല്ലോ രാജ്യത്ത് മഞ്ഞൾ നല്ലോണം തേച്ച് കുളിക്കുന്നുണ്ട് എന്നെല്ലാമാണ് പറയുന്നത്. അപ്പോൾ മഞ്ഞളില്ലാതെ കൊണ്ട് നമുക്കെല്ലാം അരക്കേണ്ട ആവശ്യമാണ്, തേച്ച് കുളിയൊന്നുമല്ല. അപ്പോൾ ഇന്ന് ഇതിൻ്റെ പണിയാണ്. ഇപ്പോൾ ഓരോ സാധനം ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കലാണ്. ഇനിയിപ്പം കൃഷി, ഇപ്പോൾ ടൂറെല്ലാം കുറച്ച് നാളത്തേക്ക് നിർത്തി വെച്ചു. ഇനി കൃഷിയിലേക്കാണ്. അപ്പോൾ ഓരോരോ കൃഷിയും ചെയ്യാനുണ്ടത്രേ. ഇപ്പം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളുള്ളത് കൊണ്ട് വീഡിയോ എടുക്കാനും കുറച്ച് വിഷമമുണ്ട്. അതാണ് ഞാനിത് നടാൻ കുറച്ച് വൈകിയത്. അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഇത് കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നല്ല ചില മഞ്ഞൾ ഇങ്ങനെ മുളയുണ്ടാവില്ല. അപ്പോൾ ആ മഞ്ഞൾ ഗുണമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ മുള വരില്ല. നമ്മൾ വിത്തിനെടുത്ത് വെച്ചാൽ മുള വരില്ല, അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ അത് നട്ട് കഴിഞ്ഞാൽ അത് അത്ര ഗുണം ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ മുളയാണ് നോക്കേണ്ടത്. അതിനിപ്പം കുറച്ച് ഇഞ്ചി നടണം. നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ നാട്ടിൽ നടുക കേട്ടോ. നമ്മൾ എന്തിനും നല്ലോണം വളമിടണം. ഇനി ഇതിൻ്റെ മുകളിൽ ഇത് നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ചപ്പ്, വേനൽക്കാലമല്ല, പുതുമഴ പെയ്യുമ്പോൾ തന്നെയാണ് നടുക. പക്ഷെ ആ സമയത്ത് ചപ്പുണ്ടാവും ഇഷ്ടം പോലെ. അപ്പോൾ ചപ്പിടും. ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ലോണം പച്ച തോലന്നെ ആയി. അതുകൊണ്ട് ഞാൻ തോലന്നെ ഇടുന്നു. തോല് വച്ചിടും വെക്കുന്നു. അപ്പോൾ എനിക്ക് ഈ കൃഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. പക്ഷെ ഇപ്പോൾ മുമ്പത്തെ പോലെയൊന്നും ആകുന്നില്ല. ആ ഒരു പ്രശ്നമുള്ളൂ. എല്ലാ കൃഷിയും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാക്കണം. അപ്പോൾ ഇതെല്ലാം പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചതാണ്. ഇതിനിപ്പോൾ വെണ്ട അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം
അവിടെ നടും. ഇത് വരുന്ന ഇതിപ്പോൾ ഈ വഴിക്കന്നെ നടുന്നതെന്ന് വെച്ചാൽ പന്നി ഇങ്ങനെ വരുമ്പോൾ ഈ മഞ്ഞൾ കണ്ടാലെങ്കിലും അങ്ങ് പോയിക്കോളല്ല. പന്നികളെ കൊണ്ട് വല്ലാതെ ശല്യമല്ലേ, അതുകൊണ്ടാണ് ഇത് ഇവിടെ വഴിക്കന്നെ നടുന്നത്. മഞ്ഞളിന് അങ്ങനെ ശല്യം ചെയ്യുന്നില്ല, ബാക്കിയുള്ളത് അതിനല്ലാന്ന് ശല്യം. ഇഞ്ചി മഞ്ഞൾ ഈ രണ്ടിന് ശല്യം കുറവാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ നാട്ടിലെ മഞ്ഞൾ നടൽ. ഓരോ നാട്ടിലും ഓരോ വിധത്തിലേക്കും ചാക്കിലും ചട്ടിയിലും എല്ലാം നടുന്നവരുണ്ട്. സ്ഥലം ഇല്ലാഞ്ഞാൽ നമുക്കിങ്ങനെ സ്ഥലം ഉള്ളതുകൊണ്ട് ചാക്കിലും ചട്ടിയിലെല്ലാം നടൽ കുറവാണ്, മണ്ണിൽ തന്നെയാണ് നടുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് ഇനി ഇതിങ്ങനെ തോല് പറിച്ച് വെച്ചിട്ടാകുമ്പോൾ നല്ലോണം പച്ച ചാണം ഇതിൻ്റെ മുകളിലേക്കിട കൊണ്ടിടും. അപ്പോൾ രാസവളം ഇതിന് ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ രാസവളവും നമ്മളൊന്നും ഒരിക്കലും രാസവളം ഇടലില്ല. മഞ്ഞളിന് വെറും ആഴവളവും വെണ്ണീരും ചാണകവും മാത്രം. ചാണകം രാസവളം ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്ത് വേഗം പോയി പോകുന്നതാണ്. അങ്ങനെ കോഴിവളം ഇട്ടാലും അങ്ങനെ തന്നെയാണ്. കോഴിവളം ചൂടല്ലേ, വേഗമാണ് ഇതിൻ്റെ വിത്ത് പോയി പോവുക. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ കരയം നിറഞ്ഞ ചെടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ കുരുമുളകിൻ്റെ വള്ളി പടർത്തുന്ന ഒരു മരമാണിത്. ഇതാണ് ഇഞ്ചിക്കും മഞ്ഞളിനും ഏറ്റവും നല്ല തോല്, ഈ കരയത്തിൻ്റെ. ഇതിന് ഞാൻ കൊക്ക കെട്ടി പൊട്ടിച്ചിട്ടാണ്, ഇഷ്ടം പോലെ ഉണ്ട് പൊട്ടിക്കായ. അപ്പോൾ അങ്ങനെ പൊട്ടിച്ചുകൊണ്ടിട്ടാണ് ഇടുന്നത്. ചീമക്കൊന്ന അങ്ങനെയെല്ലാം ഇടാ, പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത് ഈ കരയ. അപ്പം ഇഞ്ചി മഞ്ഞളും നടുന്നവർ വീട്ടുവളപ്പിൽ ഇങ്ങനെ കരയും ഉണ്ടെങ്കിൽ കൊക്കയെടുത്ത് പൊട്ടിക്കുമ്പോൾ വേഗം ഇത് പൊട്ടിച്ചിട്ട് ഇട്ടാലും നല്ലതാണ്. മറ്റുള്ള തോലരിയാനൊന്നും പോണ്ട. നമ്മൾ ഇനിയിപ്പോൾ എല്ലാത്തിനും ഇതാ ഇടുക. ഇനി ഇതിനി കുറച്ച് ഇങ്ങനെ കഴിഞ്ഞ് കുറച്ച് ചാണകമിട്ട് അമ്മിട്ടാകുമ്പോൾ ഒന്നും കൂടി ഇടും തോല്. ഒന്നും കൂടി ഇട്ടതിന് ശേഷമാണ് പിന്നെ മണ്ണിടുക. ചിലവരൊന്നും ഈ മണ്ണിടൂല, 4 ഭാഗത്തൊന്നും ഇങ്ങനെ കൊത്തിക്കെറ്റും അയ്യ. അങ്ങനെ പല തരത്തിലും ഉണ്ട്. നമ്മൾ മണ്ണിടലുണ്ട്. മണ്ണിട്ടില്ലേ പിന്നെ ആ പന്നി വന്നിട്ട് മാന്തി വിട്ടെങ്കിലോ. നമ്മളെ നാട്ടിലെ മഞ്ഞൾ നടൽ. അങ്ങനെ ഓരോരോ കൃഷിയും നിങ്ങൾക്ക് അതാ ഇതുപോലെയാണ് നടേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ കൃഷി ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.